ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ഛന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കും തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാനാണ്. തേർഡ് പാർട്ടി ആരും നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളും നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ഇടയിൽ ആരാണോ വരുന്ന അതർ സിറ്റുവേഷൻ, അതർ പേഴ്സൺ എന്തുമായിക്കൊള്ളട്ടെ, തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ അവരുടെ കരിയറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ നിങ്ങളുടെ ഫാമിലിയോ അതർ പേഴ്സണോ അല്ല എങ്കിൽ കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷണൽ എന്തുമാവാം തേർഡ് പാർട്ടി. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളുടെ പേഴ്സൺ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നത് അവിടെ അവരുടെ അവസ്ഥ കൊണ്ടാണ് അവർ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ ഇവരുടെ എന്തോ ഒരു ബാഗേജ് ഉണ്ട്, ഇവർക്ക് എന്തോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കാരണമാണ് ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നത്. ചില സമയം ഇവർക്ക് തോന്നും, എനിക്കൊന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ സാധിച്ചെങ്കിൽ, എനിക്കിഷ്ടമുള്ള ആ ഒരു ജീവിതം എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ, എനിക്കിഷ്ടമുള്ള ആ വ്യക്തിയുടെ കൂടെ സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചെങ്കിൽ. അപ്പോൾ ചില സമയം ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നു പോസിറ്റീവായിട്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന്. നിങ്ങളുടെ പേഴ്സൺ പല പ്രാവശ്യവും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വരണമെന്ന് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് വന്നാൽ മതി എന്ന് പ്ലാൻ ചെയ്യുക മാത്രമല്ല, തേർഡ് പാർട്ടിയോട് നേരിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞവർ അവരുടെ ആ ഒരു ബാഗേജിൽ നിന്ന് മുക്തരായിരിക്കണം. അതായത് തലയിൽ ഭാരം വെച്ചുകൊണ്ട് നടന്നിരുന്നു ഇത്രയും കാലം. അതായത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല തേർഡ് പാർട്ടിയോട്, കാരണം എനിക്കിഷ്ടമുള്ള വ്യക്തിയുടെ കാര്യം തേർഡ് പാർട്ടിയോട് പറയണമെങ്കിൽ തേർഡ് പാർട്ടിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, തേർഡ് പാർട്ടിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഈ ഒരു ബാഗേജ് കൊണ്ട് നടന്നു പറയാതെ. പക്ഷേ ഇപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ മനസ്സിലെയും ഹൃദയത്തിലെയും ഭാരം ഇറക്കി വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ചൊക്കെയാണ്. അപ്പോൾ അത് അവർക്ക് ഒട്ടും തന്നെ ഹാപ്പി അല്ല ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ. പക്ഷേ അവരുടെ അവസ്ഥ വെച്ച് അവർ അത് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പിയല്ല. എത്രയും പെട്ടെന്ന് പുറത്ത് വരണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർക്ക് സൊസൈറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഇമേജ് ഇഷ്യൂ, കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷണൽ ഇഷ്യൂ അതൊക്കെയാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ വേറെ കാസ്റ്റ് അവർ വേറെ കാസ്റ്റ്, നിങ്ങൾ വേറെ ട്രഡീഷൻ അവർ വേറെ ട്രഡീഷൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഫാമിലിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫാമിലി പറയുന്നത് കേട്ട് ഇവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യും, നിങ്ങളെ ത്യജിക്കും. അതായത് ഫാമിലിയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ അവർക്ക് ഒട്ടും തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്താൽ മതി എന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതായത് ട്രഡീഷണൽ, ഏജ് ഡിഫറൻസ്, കാസ്റ്റ്, കൾച്ചർ അതൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സൊസൈറ്റി അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം അതൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള ചിന്ത മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ, അവരുടെ ആത്മാവ് അൺഹാപ്പി ആയിട്ടാണ് കാണാൻ സാധിക്കുന്ന കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്, അതായത് ഞാനിപ്പോൾ എന്തൊക്കെ വേദനകളും ഭാരവുമാണോ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നും ഞാൻ ഒട്ടും തന്നെ ഹാപ്പിയല്ല. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാഗേജ്, ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം എൻഡാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒട്ടും തന്നെ ഹാപ്പിയല്ല ആ ഒരു സിറ്റുവേഷനിൽ എന്ന് നിങ്ങളോട് പറയുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ ഇത്രയും സമയമെടുത്തത് ഞാൻ വിചാരിച്ച എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്നാണ്. പക്ഷേ അത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഞാനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ എൻഡാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ നിങ്ങളോടുകൂടെ മാത്രമാണ് ഇവർക്കൊരു സമാധാനം ലഭിക്കുന്നത്. ഒരു സമാധാനവും ഒരു സന്തോഷവും ലഭിക്കുന്നത് നിങ്ങളുടെ കൂടെ മാത്രം ഉള്ളപ്പോഴാണ്. നിങ്ങളെ മാരേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല.
ഇവിടെ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, നിങ്ങളിപ്പോൾ സെപ്പറേഷനാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുവാനുള്ള എനർജിയിലാണ് അവർ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി എക്സ്പ്രസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിയർലെസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇവിടെ അവരുടെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ ബ്ലോക്കേജസ് ഉണ്ട്. അതുകൊണ്ടാണ് അടുത്തുണ്ടായിട്ട് പോലും നിങ്ങൾ അകന്ന് കഴിയും പോലെ ജീവിക്കുന്നത്. ഹാർട്ട് ചക്രയും സാക്രൽ ചക്രയാണ് ബ്ലോക്കേജസ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചക്രാസ് ബ്ലോക്കേജസ് ഹീലാക്കിയാൽ നിങ്ങൾക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഓൺ ഓഫ് സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലോ ആയിരിക്കാം. പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾ യൂണിയനിലാകുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ബ്ലോക്കേജസിൽ വർക്ക് ചെയ്യേണ്ടതാണ്, ഹീലിംഗ് ചെയ്യേണ്ടതാണ്. യൂട്യൂബിൽ തന്നെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഹീലിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. ഇല്ല എങ്കിൽ സൈക്കിൾ ചക്ര ബ്ലോക്കേജസ് ഹീലിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ അത് ചെയ്യുക, ബ്ലോക്കേജസ് ഹീലാക്കുക നിങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.